Hi dears, welcome back to EduFix Academy. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് MADE മാസ്റ്റർ ഓഫ് ആർട്സ് ഇൻ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ MA ഇൻ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ഈ ഒരു കോഴ്സിനെ കുറിച്ചിട്ടാണ് പറയാൻ പോകുന്നത്. ഇതൊരു ഡിസ്റ്റൻസ് ലേണിംഗ് പ്രോഗ്രാമാണ്, വീട്ടിലിരുന്ന് തന്നെ ചെയ്യാൻ പറ്റുന്നതാണ്. സ്റ്റാഫ് ട്രെയിനിങ് ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ സ്ട്രൈഡ് ഇതിൻ്റെ അണ്ടറിൽ വരുന്ന ഒരു കോഴ്സാണിത്. കണ്ടക്ട് ചെയ്യുന്നത് ഈ ഒരു സെഷനാണ് ഇഗ്നോയുടെ. ഡ്യൂറേഷൻ വരുന്നത് 2 ഇയർ ആണ്. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് മാക്സിമം 4 ഇയർ കിട്ടും, മിനിമം 2 ഇയർ ആണ്. ഇതിൻ്റെ മീഡിയം ഇംഗ്ലീഷിൽ മാത്രമേ നിങ്ങൾക്ക് പഠിക്കാനോ എക്സാം എഴുതാനും സാധിക്കുള്ളൂ. സർട്ടിഫിക്കറ്റ് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ MA ഇൻ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എന്നായിരിക്കും ഉണ്ടായിരിക്കുക. ഡിസ്ക്രിപ്ഷൻ: ദ പ്രോഗ്രാം ഹാസ് ബീൻ ഡിസൈൻഡ് ടു ഡെവലപ്പ് ഹ്യൂമൻ റിസോഴ്സ് ഇൻ വേരിയസ് സ്പെഷ്യലൈസ്ഡ് ഏരിയാസ് ഓഫ് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ. ഓക്കെ, അപ്പോൾ എലിജിബിലിറ്റി എന്ന് പറയുന്നത് എനി ഡിഗ്രിയാണ്. ഏതെങ്കിലും graduate in any discipline may take admission into this 2-year program, or those who have earlier completed PGDDE from IGNOU may take lateral entry directly into second year of MA distance education. അതായത് പറയുന്നത് ഏതെങ്കിലും ഒരു ഡിഗ്രി മതി ഈ ഒരു 2-year പ്രോഗ്രാമിന് ജോയിൻ ചെയ്യാൻ. അതുപോലെ തന്നെ നിങ്ങൾ മുന്നേ PGDDE പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ചെയ്തിട്ട് ഇഗ്നോയിൽ നിന്ന് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് സെക്കൻഡ് ഇയറിലേക്ക് ലാറ്ററൽ എൻട്രി കിട്ടും എന്നാണ് പറയുന്നത്. അങ്ങനെ ലാറ്ററൽ എൻട്രി കിട്ടണമെന്നുണ്ടെങ്കിൽ ഇവിടെ വേറൊരു ക്രൈറ്റീരിയ പറയുന്നുണ്ട്. MDE 521 എന്ന് പറഞ്ഞിട്ടുള്ള 2 ക്രെഡിറ്റ്സിൻ്റെ ഈ ഒരു അഡീഷണലി ഈ ഒരു കോഴ്സ് ചെയ്യണം. അതായത് 2020 വരെ 2020 ജൂലൈ വരെ അതിൻ്റെ മുന്നേ നമ്മൾ ഈ PGDDE കോഴ്സ് ചെയ്തിട്ടുണ്ട്, എന്നിട്ട് ലാറ്ററൽ എൻട്രി ചെയ്തിട്ട് ഈ ഒരു PG എടുക്കണം എന്നുള്ളവർക്ക് ഈ 2 ക്രെഡിറ്റ്സിൻ്റെ 2 ക്രെഡിറ്റ്സിൻ്റെ അഡീഷണൽ ബ്രിഡ്ജ് കോഴ്സ് ചെയ്യണമെന്ന് യൂണിവേഴ്സിറ്റി പറയുന്നുണ്ട്. 2020 വരെ ഇതൊരു 60 ക്രെഡിറ്റ്സിൻ്റെ കോഴ്സായിരുന്നു. ഇപ്പോൾ 64 ക്രെഡിറ്റ്സിൻ്റെ കോഴ്സാണ്. ഫസ്റ്റ് ഇയർ 2 വർഷമാണ് ഇതിന് എന്ത് ചെയ്യേണ്ടത്, പഠിക്കേണ്ട ഡ്യൂറേഷൻ, മിനിമം ഡ്യൂറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഇയർ വൈസ് പ്രോഗ്രാമാണ്. 7500 രൂപയാണ് ഇതിൻ്റെ ഫീസ് വരുന്നത് പെർ ഇയർ 7500 രൂപയാണ്. അതിൻ്റെ കൂടെ രജിസ്ട്രേഷൻ ഫീയും ഡെവലപ്മെൻറ്റ് ഫീയും അടക്കം 8200 രൂപയാണ് പേയ്മെൻറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾ എക്സാം വരുന്നത് ഇയർലി ആണ്, സെമ്മല്ല. അപ്പോൾ ഇയർലി ആയിട്ട് നിങ്ങൾക്ക് എക്സാം ഉണ്ടായിരിക്കും, അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യേണ്ടി വരും. നിങ്ങൾക്ക് എന്തെങ്കിലും സബ്ജക്റ്റുകളാണ് നോക്കുക. ഇപ്പോൾ നിലവിലുള്ള സബ്ജക്റ്റുകൾ ഫസ്റ്റ് ഇയറിൽ 2, 4, 5 സബ്ജക്റ്റുകളാണ്. 3 സബ്ജക്റ്റുകളാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. 30 ക്രെഡിറ്റ്സിൻ്റെ അവിടെ വരുമ്പോൾ 34 ക്രെഡിറ്റ്സ് ആവും. ഓക്കെ, അങ്ങനെ 64 ക്രെഡിറ്റ്സിൻ്റെ പേപ്പറുകളാണ്. ഒരു പ്രൊജക്റ്റ് വർക്ക് ഉണ്ടായിരിക്കും കേട്ടോ. സെക്കൻഡ് ഇയറിൽ ഒരു പ്രൊജക്റ്റ് വർക്ക് ഉണ്ടായിരിക്കും. അത് നിങ്ങൾ ഫിനിഷ് ചെയ്ത് സബ്മിറ്റ് ചെയ്യേണ്ടതാണ്. പ്രൊജക്റ്റ് എങ്ങനെ ചെയ്യണം, എങ്ങനെ നന്നായിട്ട് പ്രൊജക്റ്റിൽ മാർക്ക് സ്കോർ ചെയ്യാം, അല്ലെങ്കിൽ അതെങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. വീഡിയോ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കൂ, യൂട്യൂബിലുണ്ട്. അപ്പോൾ ഈ ഒരു കോഴ്സ് നിങ്ങൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ എഡ്യൂഫിക്സ് അക്കാദമിയായിട്ട് നിങ്ങൾക്ക് ബന്ധപ്പെടാം. നിങ്ങൾക്ക് കൂടുതൽ കോഴ്സുകളെ കുറിച്ചുള്ള വിവരങ്ങൾക്ക് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഈ ഒരു കോഴ്സ് MADE മാസ്റ്റർ ഓഫ് ആർട്സ് ഇൻ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞ കോഴ്സ് നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റികളിലൊക്കെ നിങ്ങൾക്ക് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ഇൻസ്ട്രക്ടറോ അഡ്മിനിസ്ട്രേറ്റർ ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ജോലിക്ക് സാധ്യമാവും. അതുപോലെ തന്നെ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലൊക്കെ അവരുടെ പഠന സിലബസ് മേക്ക് ചെയ്യുന്ന രൂപത്തിലൊക്കെ അത്തരം ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കൊടുക്കുന്ന ജോലികൾക്കൊക്കെ ഇത് ഉപകാരപ്പെടുന്നതാണ്. ഓക്കെ, മറ്റ് ഏതെല്ലാം ജോലികൾക്ക് ഉപകാരപ്പെടും എന്ന് അറിയുന്നവർ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യൂ. ഓക്കെ, താങ്ക് യു.